കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മല്, അതേപോലെ മൂക്കിന്ന് വെള്ളം പോലെ വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മൂക്കടപ്പാവട്ടെ, അല്ലെങ്കിൽ കണ്ണില് ചൊറിച്ചില്, തൊണ്ടയില് ചൊറിച്ചില്, ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. അലർജിക് റൈനൈറ്റിസ് മേ ബി സീസണൽ ആവാം, മേ ബി ഒരു തണുപ്പ് കാലത്ത് ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവാം. അതല്ലാതെ ത്രൂ ഔട്ട് ദ ഇയർ നിൽക്കുന്നതിന് നമ്മൾ പറയും പെരേനിയൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞത്. ഈ അലർജിക് റൈനൈറ്റിസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആക്ച്വലി നമ്മുടെ ബോഡിയിലെ ഒരു ഹൈപ്പർ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഏതെങ്കിലും ഒരു അലർജൻ, അത് നമ്മൾ ശ്വസിക്കുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡിലൂടെ ആവാം. ആ അലർജൻ അകത്തേക്ക് ചെല്ലുമ്പോഴുള്ള നമ്മുടെ ഒരു ബോഡിയിലെ ഒരു റെസ്പോൺസ് ആണ് ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയാം. അത് ഏത് ഏജിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. അപ്പൊ അലർജിക് റൈനൈറ്റിസിന്റെ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് അലർജൻ തന്നെയാണ്. അലർജൻ ട്രിഗർ അവോയ്ഡ് ചെയ്യുക. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആക്ച്വലി ENT കണ്ടാൽ തന്നെ ക്ലിനിക്കലി നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും അലർജിക് റൈനൈറ്റിസ്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അതേപോലെ തന്നെ നീസൽ സ്പ്രേ, കുറച്ച് ആന്റി ഹിസ്റ്റാമിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്സും അതേപോലെ തന്നെ സ്റ്റിറോയിഡ് നീസൽ സ്പ്രേസ് ഒക്കെ തരും. അത് തന്നാൽ തന്നെ ഇത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അലർജിക് റൈനൈറ്റിസ് നമ്മൾ റൈറ്റ് ടൈമിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈവൻ മൂക്കിന്റെ ഉള്ളിൽ ദശ അല്ലെങ്കിൽ പോളിപ്പ് പോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ ചിലപ്പോൾ മാനേജ്മെന്റോട് ഒപ്പം ഒരു സർജിക്കൽ മാനേജ്മെന്റ് കൂടിയും ചെയ്യേണ്ട ആവശ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ടൈമിൽ ഒരു ENT കണ്ട് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്.